രാമപ്രസാദ ചരിതം. അയോധ്യ രാജ്യത്തിൽ കുറച്ചു കാലത്തിനു മുൻപ് രാമപ്രസാദൻ എന്നു പേരായ ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. അദ്ദേഹം സർവ്വ വിഷയങ്ങളെയും ത്യജിച്ച് രാമഭക്തനായി ഭവിച്ചു. സദാകാലവും ശ്രീരാമപൂജ ചെയ്തുകൊണ്ടും തൻ്റെ ഗൃഹത്തിൽ വരുന്ന ശ്രീരാമഭക്തന്മാർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടും വസിച്ചു. ആരെങ്കിലും എന്തെങ്കിലും അദ്ദേഹത്തിന് കൊടുത്താൽ അതിനെ അപ്പോൾ തന്നെ അങ്ങാടിയിൽ കൊണ്ടുപോയി കച്ചവടക്കാരനായ ഒരു വൈശ്യൻ്റെ അടുക്കൽ കൊടുത്ത് ഭക്ഷണ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കും. ഇങ്ങനെ കഴിയുമ്പോൾ കുറേ ദിവസം അദ്ദേഹത്തിന് ആരും ഒന്നും കൊടുത്തില്ല. അപ്പോൾ രാമപ്രസാദൻ കച്ചവടക്കാരനായ വൈശ്യനോട് ഭക്ഷണ പദാർത്ഥങ്ങൾ കടം വാങ്ങുവാൻ തുടങ്ങി. ഇങ്ങനെ വാങ്ങി വാങ്ങി 1000 ഉറുപ്പികയോളമായി. അപ്പോൾ ഒരു ദിവസം രാമപ്രസാദൻ സാമാനങ്ങൾക്ക് ആളെ അയച്ചപ്പോൾ ഇതുവരെ തരുവാനുള്ള ഉറുപ്പിക തന്നതല്ലാതെ ഇനി സാമാനങ്ങൾ തരില്ലെന്ന് വൈശ്യൻ പറഞ്ഞു. അത് കേട്ട രാമപ്രസാദൻ ചിന്താപരവശനായിട്ട് ശ്രീരാമചന്ദ്രനെ ധ്യാനിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഭക്തവത്സലനായ ശ്രീരാമചന്ദ്രൻ രാമപ്രസാദൻ്റെ രൂപം ധരിച്ച് 1000 ഉറുപ്പികയും കൊണ്ട് വൈശ്യൻ്റെ ഗൃഹത്തിലേക്ക് ചെന്നു. അത് കണ്ട് വൈശ്യൻ തൊഴുതുകൊണ്ട് പറഞ്ഞു, "സ്വാമി, എന്തിനാണ് ഭവാൻ തന്നെ ഇങ്ങോട്ട് വന്നത്?" ഇത് കേട്ട് രാമപ്രസാദൻ പറഞ്ഞു, "ഞാൻ വന്നതുകൊണ്ട് ദോഷമില്ല. നിന്റെ ധനമിതാ വാങ്ങിക്കൊള്ളുക. സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുവാനുള്ള പദാർത്ഥങ്ങളെല്ലാം എൻ്റെ ഗൃഹത്തിലേക്ക് കൊടുത്തയക്കുക" എന്ന് പറഞ്ഞ് രാമപ്രസാദ രൂപം ധരിച്ച ഭഗവാൻ മറയുകയും ചെയ്തു. അപ്പോൾ വൈശ്യൻ സാമാനങ്ങളെല്ലാം എടുത്തുകൊണ്ട് രാമപ്രസാദൻ്റെ ഗൃഹത്തിലേക്ക് പോയി. അപ്പോൾ രാമപ്രസാദൻ ആ വൈശ്യനോട് പറഞ്ഞു, "ഞാൻ നിനക്ക് 1000 ഉറുപ്പിക തരുവാനുണ്ടല്ലോ. അത് തന്നതിൻ്റെ ശേഷം സാമാനങ്ങൾ വാങ്ങിക്കൊള്ളാം." അത് കേട്ട് വൈശ്യൻ, "അല്ലയോ സ്വാമി, ഇപ്പോഴല്ലേ ഭവാൻ എനിക്ക് തരുവാനുള്ള ഉറുപ്പികയെല്ലാം കൊണ്ടുവന്ന് തന്നു മടങ്ങിയത്. ഞാൻ പറയുന്നത് വിശ്വാസമായില്ലെങ്കിൽ ഭവാൻ തന്ന ഉറുപ്പിക ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു തരാം." തൻ്റെ ഗൃഹത്തിൽ പോയി ഉറുപ്പിക എടുത്തുകൊണ്ടുവന്ന് എല്ലാവർക്കും കാണിച്ചു. അത് കണ്ട് എല്ലാവരും വിസ്മയിച്ചു. അപ്പോൾ രാമപ്രസാദൻ അത് ചെയ്തത് ഭഗവാനാണെന്ന് നിശ്ചയിച്ച് വേഗം ആ വൈശ്യനെ നമസ്കരിച്ചു. സന്തോഷാശ്രുക്കളോടുകൂടി അവനെ പ്രശംസിച്ചു. ഈ അത്യാശ്ചര്യത്തെ കണ്ട് വൈശ്യൻ ഭക്തി കൊണ്ട് ആർദ്രമായ മനസ്സോടുകൂടി ഗൃഹാദികളെ എല്ലാം ത്യജിച്ച് രാമപ്രസാദൻ്റെ ശിഷ്യനായി ഭവിച്ചു. പിന്നെ രാമപ്രസാദൻ ആ വൈശ്യനോടും മറ്റുള്ള ശിഷ്യന്മാരോടും കൂടി മിഥില രാജ്യത്തേക്ക് പോയി. അവിടെ ചെന്ന് ജഗന്മാതാവെ സീതാദേവിയുടെ വിഗ്രഹത്തെ കണ്ട് നമസ്കരിച്ച് അവിടുത്തെ രാജാവിനാൽ പൂജിതനായിട്ട് ആ രാജമന്ദിരത്തിൽ തന്നെ കുറേ ദിവസം താമസിച്ചു. സീതാദേവിയുടെ കല്യാണോത്സവം ആ സമയത്തായിരുന്നു. ആ മഹോത്സവത്തെ രാമപ്രസാദൻ രാജാവിനോടുകൂടി അത്യാനന്ദമായി ആഘോഷിച്ചു. ആ ഉത്സവത്തെ കണ്ട മിഥിലാനിവാസികൾ പരമാനന്ദത്തെ അനുഭവിച്ചു. രാമപ്രസാദ ഭക്തനെ കണ്ടിട്ടുള്ളവർ ഇപ്പോഴും മിഥിലാപുരിയിലുണ്ട്. പിന്നെ രാമപ്രസാദ ഭക്തൻ അയോധ്യയ്ക്ക് തന്നെ മടങ്ങിപ്പോവുകയും ചെയ്തു. കുറച്ചു കാലത്തിന് മുൻപ് കൂടി ഭക്തവത്സനായ ഭഗവാൻ ഭക്തരക്ഷയ്ക്കായി മനുഷ്യരൂപം ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ കലികാലത്തിലും ഭക്തിയുടെ മഹത്വം കാണുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ എപ്പോഴും ഭക്തിയെ തന്നെ അനുഷ്ഠിക്കേണ്ടതാണ്.